ഹരി ഓം. ഞാൻ ദേവനന്ദു. ഏവർക്കും വൃന്ദാവനത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്ന സ്ത്രീശാപം മാറാൻ എന്താണ് ചെയ്യുക, സ്ത്രീശാപം ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണേ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുക കേട്ടോ. ഇപ്പൊ സ്ത്രീശാപം എങ്ങനെ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ ജന്മത്തിലെ ആവാം മുൻ ജന്മത്തിലെ ആവാം സ്ത്രീശാപം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തില് നമ്മൾ സ്ത്രീകളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്നതാണ് സ്ത്രീശാപം എന്ന് പറയുന്നത്. ഒരു ചോദ്യം വരാറുണ്ട്, സ്ത്രീശാപം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമാണോ വരികയോ? അല്ല, സ്ത്രീകൾക്കും വരും. ഒരു സ്ത്രീയുടെ കയ്യിന് അനാവശ്യമായി പണം വാങ്ങുക, സ്ഥലം വാങ്ങുക ഒക്കെ ചെയ്തിട്ട് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാതെ വരിക. അപ്പൊ തിരിച്ചു കൊടുക്കാതെ വരുമ്പോൾ എന്ത് ചെയ്യും, അവർ വന്ന് നമ്മളോട് ചോദിക്കും, അല്ലെ, ആരാണ് കടം വാങ്ങി അവരോട് ചോദിക്കും. അന്നേരം എന്തുണ്ടാക്കും, ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്യും, അവരെ ബുദ്ധിമുട്ടിപ്പിച്ച് അവരെ കരയിപ്പിച്ച് എന്ത് ചെയ്യും, അവരുടെ ആ ദുഃഖത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തായും നമുക്കത് ശാപ വാക്കുകളായി മാറും. ഓക്കെ, അവർ മനസ്സ് നൊന്ത് അല്ലെങ്കിൽ അവരെ വിഷമിച്ച് അവർ പറയുമ്പോൾ എന്താ, ആ ഒരു വാക്കുകൾക്ക് പ്രത്യേക ശക്തി തന്നെയുണ്ട്. അതുകൊണ്ട് എന്താണ്, അത് ശാപമായി എന്ത് ചെയ്യും, ആ ഒരു കൊള്ളുന്ന ആളിലേക്ക് വരും. ഇപ്പൊ ഇങ്ങനെ മാത്രമാണോ വരികയുള്ളൂ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ മാത്രമല്ല വരിക. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ഓരോ രീതിയിൽ സ്ത്രീകളെ വഞ്ചിക്കുകയൊക്കെ ചെയ്താലും എന്തുണ്ടാവും, അന്നേരം നമുക്ക് എന്ത് ചെയ്യും, ശാപം ലഭിക്കും. അതേപോലെ തന്നെ പ്രണയാഭ്യർത്ഥന അയച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രണയാഭ്യർത്ഥന പറയും. അത് കഴിയുമ്പം എന്താ, പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ എന്ത് ചെയ്യും, സമ്മതമാണെന്ന് പറഞ്ഞ ശേഷം കുറച്ചു നാളൊക്കെ കൂടെ കൊണ്ടുപോയി നടന്നു, കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സന്തോഷങ്ങളിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേറൊരു വിവാഹം കഴിച്ചു പോവുകയോ അല്ലെ ആ പെൺകുട്ടിയെ എന്ത് ചെയ്യാം, പറ്റിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് എന്ത് ചെയ്യാം, സ്ത്രീശാപം ഉണ്ടാവാം കേട്ടോ. അപ്പൊ സ്ത്രീശാപം കാണുമ്പോൾ എന്താണ്, ഈ ജന്മത്തിലെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, മുൻജന്മത്തിലെ കർമ്മത്തിന്റെയും ആവാം. കഴിഞ്ഞ ജന്മത്തിൽ വിവാഹം കഴിക്കാഴ്ചയാവാം, ചിലപ്പോൾ മറ്റേതെങ്കിലും കുട്ടികളുടെ വിവാഹം മുടക്കിയതാവാം, അതിൽ എന്തെങ്കിലും വാഗ്ദാനം നൽകിയിട്ട് അത് ചെയ്തു കൊടുക്കാത്തയാവാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ സ്ത്രീശാപം എന്ന് പറയുന്നത് നമ്മുടെ തലമുറകൾ മാറാനും സാധ്യതയേറെയാണ്. നമ്മുടെ ഏതെങ്കിലും ജന്മത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ മുൻ കാരണവന്മാരാരെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, സ്ത്രീകളെ ഒത്തിരി മോശമായി പെരുമാറുകയും അതുപോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുകയും, അതേപോലെ തന്നെ പണ്ടുള്ള കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്ത്രീകളെ ഗർഭിണിയാക്കിയിട്ട് അവരെ കൊല്ലുക, അതുപോലെ തന്നെ അവരെ വേദനിപ്പിക്കുക, അതുപോലെ അവരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ഇതിലൂടെ ഒക്കെ എന്ത് സംഭവിക്കും, നമുക്ക് സ്ത്രീശാപം തന്നെ ലഭിക്കും കേട്ടോ. ചിലത് അവരുടെ തലമുറകളായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ സ്ത്രീശാപം. ചിലവർക്ക് ആ ഒരു നമ്മുടെ ജാതകത്തിന്റെ ഒരു പ്രത്യേക ശക്തി അല്ലെങ്കിൽ നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഒരു ബലം കാരണം നമുക്ക് ആ ഒരു ചിലപ്പോൾ ഈ ജന്മത്തിൽ നമുക്കത് ചിലപ്പോൾ വന്നൊന്നുമല്ല, ചിലപ്പോൾ നമ്മുടെ തലമുറയ്ക്ക് അത് അനുഭവത്തിൽ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ മറിഞ്ഞൊക്കെ നിൽക്കും സ്ത്രീശാപം എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ളൊരു ശാപം തന്നെയാണ്. അതുണ്ടായാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് ഈ മുൻജന്മത്തിൽ മാത്രമല്ല, പ്രണയം പറഞ്ഞിട്ട് ഈ ജന്മത്തിലും യുവാക്കൾ പ്രണയാഭ്യർത്ഥനയായിട്ടൊക്കെ നടന്ന പെൺകുട്ടികൾ എസ് പറയും, അതിനുശേഷം തല്ലിക്കറിയ ആ ഒരു പെൺകുട്ടി എസ് പറയുമ്പോൾ ഒത്തിരി ആഗ്രഹങ്ങളോടെ ആയിരിക്കും എസ് പറയുക, അല്ലെ. അപ്പൊ ആ ആഗ്രഹങ്ങളോടെ എസ് പറഞ്ഞിട്ട് തൻ്റെതായ ആഗ്രഹങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കുറച്ചാൾ കൂടെ കൊണ്ടുപോയി നടന്നു, അതിനുശേഷം വേറൊരാളെ കണ്ടപ്പോൾ അങ്ങോട്ട് മാറുക, അല്ലെങ്കിൽ നല്ലൊരു വിവാഹം കണ്ടപ്പോൾ അങ്ങോട്ട് മാറുക. അതിലൂടെ എന്തുണ്ടാവും, സ്ത്രീശാപം ഉണ്ടാകും കേട്ടോ. സ്ത്രീകളെ എന്ത് ചെയ്യുക, വഞ്ചിക്കുക, ദുഃഖിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നതും വളരെ ദോഷകരമായ ഒരു കാര്യം തന്നെയാണ്. സ്ത്രീശാപം നമുക്കുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അത് അനുഭവത്തിൽ വരുന്ന അതൊക്കെയാണോ എന്നറിയാൻ കുറച്ച് ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷം തളർന്നു പോവുക, ഇതൊക്കെ സ്ത്രീശാപം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. എല്ലാം ഇങ്ങനെയാവുന്നല്ല പറയുന്നത്, സ്ത്രീശാപം മൂലവും ഈ ഒരു നിമിത്തങ്ങൾ, ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. ഈ ലക്ഷണങ്ങളല്ല, ഈ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പം അത് ഓരോരുത്തരുടെ ഈശ്വരാധീനവും അതുപോലെ മുൻജന്മ കർമ്മബലവും ഒക്കെ അനുബന്ധിച്ച് നിൽക്കും. ഇവർക്ക് ഓരോരുത്തർക്കും അത് അഫക്റ്റ് ചെയ്യുന്ന രീതിയെന്ന് വിചാരിച്ച് ഈ നാളെ പോയി ജാതകത്തിൽ പവർ മുൻജന്മത്തിൽ നല്ല കർമ്മങ്ങളാണോ ചെയ്തത് അല്ലെ മുൻജന്മത്തിൽ നല്ലതാണോ ചെയ്തത് എന്നൊക്കെ വിചാരിച്ച് വളരെ മോശമായ കാര്യങ്ങൾ നടത്തുകയും പലരെയും വഞ്ചിക്കുകയും ചതിക്കുകയും
പല വാഗ്ദാനം നടത്താതെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ജന്മത്തെ അനുഭവത്തിൽ വന്നില്ലെങ്കിൽ പോലും എന്താണ് അതിന്റെ അടുത്ത ജന്മത്തിലോ അല്ലെങ്കിൽ തന്റെ തലമുറകൾക്കോ എന്തുണ്ടാവും, അതിൻ്റെതായ വിഘ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും, അതിൻ്റെതായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് സുനിശ്ചിതമാണ് കേട്ടോ. ഇപ്പൊ ഒരു വർഷം തളർന്നു പോവുക, ത്വക്ക് രോഗങ്ങൾ വരിക, വലിയ രോഗങ്ങൾ വരിക, തന്റെ പങ്കാളിക്ക് കല്യാണശേഷം പങ്കാളിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, സ്ത്രീകൾ നിമിത്തം എപ്പോഴും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കരുതിയിരുന്നോളൂ, നമുക്ക് സ്ത്രീശാപത്തിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് എടുത്തു പറയാം. കാരണം എന്താണ്, എപ്പോഴും എന്താണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, എന്നാൽ ആ പ്രശ്നങ്ങൾ മിക്കതും സ്ത്രീകൾ നിമിത്തം തന്നെയാണെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിൽ ചിലപ്പം സ്ത്രീശാപം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ എന്താണ് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ജനിക്കുന്ന കുട്ടിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ എന്താണ്ടാവാം, ഈ സ്ത്രീശാപം മൂലം ഉണ്ടാവുന്നതാവാം കേട്ടോ. അത് ഈ ജന്മത്തിലെ ശാപമാവാം, ചിലപ്പോൾ മുൻജന്മത്തിലെ ശാപവുമാകാം. അതുപോലെ തന്നെ വലിയ രോഗങ്ങൾ ഉണ്ടാവുക, സംഭവിക്കുക, വിട്ടുമാറാത്ത ഭയങ്കര പ്രശ്നമായ രോഗങ്ങൾ, തുടർച്ചയായി ഓരോ പ്രശ്നങ്ങൾ ഓരോ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ വിവാഹത്തിന് നോക്കിയിട്ട് താമസം വരിക, വിവാഹം നടക്കാതെ വരെ തടസ്സം വരിക, ഇതൊക്കെ ഉണ്ടാവുന്ന സ്ത്രീശാപം നിമിത്തമാവാം കേട്ടോ. അപ്പം ഇതിന് പരിഹാരം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ പരിഹാരം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടാവുന്ന ഒരു സംശയമാണ്, എന്ത് തെറ്റ് ചെയ്താലും അല്ലെ എന്ത് കാര്യം ചെയ്താലും അതിനൊരു പരിഹാരം ചെയ്താൽ മതിയല്ലോ, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്നൊരു ചിന്ത ചിലരുടെ ഉള്ളിലെങ്കിലും ഉണ്ടാവും. അല്ല ചിലർക്കെങ്കിലും അങ്ങനെ ചിന്ത ഉണ്ടാവും, ഞാൻ ദുഃഖിച്ചതിന്റെ വിഷമം എനിക്ക് മാത്രമേ എഴുതുള്ളൂ, അതാ അവനിങ്ങനെ ഒരു പരിഹാരം അല്ല അവരുടെ ഒരു പരിഹാരം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മാറുമെങ്കിൽ എൻ്റെ ദുഃഖത്തിന് എൻ്റെ വിഷമത്തിന് എന്ത് ബല അല്ലെങ്കിൽ എന്ത് വില എന്ന് പല സ്ത്രീകളും എന്തിൻ്റെ ആലോചിക്കുന്നുണ്ടാവാം. എന്നിരുന്നാലും പരിഹാര കർമ്മം എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പൂർണ്ണമായിട്ടും അങ്ങ് മാറ്റാൻ പറ്റില്ല. കാരണം സ്ത്രീശാപം മാതൃശാപം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് അടിവേരോട് ഒഴിച്ച് മാറ്റാനൊന്നും പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു പവർ കുറയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഈശാദിനം വർദ്ധിപ്പിച്ചതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സിറ്റുവേഷനിൽ കടന്നു കിട്ടുക, അതാണ് ചെയ്യാൻ പറ്റുള്ളൂ. തെറ്റ് എന്താണ്, എപ്പോഴും തെറ്റ് തന്നെയാണ്. അതിന് എന്താണ് കൃത്യമായ ഒരു പരിഹാരം എന്ന് പറയാൻ നമുക്കില്ല. ഞാൻ ചോദിച്ചോട്ടെ, സ്ത്രീശാപം ഒരു കുട്ടീനെ ഇങ്ങനെ വഞ്ചിച്ചിട്ട് എന്ത് ചെയ്യാ, ചതിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പരിഹാരം ചെയ്താൽ മതിയല്ലോ, ദോഷം മാറുമല്ലോ. പരിഹാര കർമ്മങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റ് ചെയ്യാൻ വേണ്ടിയല്ല, ചെയ്ത തെറ്റുകൾക്കുള്ളൊരു പരിഹാരം മാത്രമാണ്. ഓക്കെ, പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്തല്ല, ഒരു തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. ഇനി തെറ്റ് ചെയ്യാതിരിക്കാൻ ഒരു തവണ പറ്റിയ അബദ്ധം എന്താണ്, ആർക്കായാലും ഒരു അബദ്ധമൊക്കെ പറ്റും അല്ലെ, ഒരു തെറ്റൊക്കെ ആർക്കായാലും സംഭവിക്കും. അത് ഈ കേസിലായിരുന്നു, ഒരു സ്ത്രീയുടെ കേസിലല്ല, എന്തൊരു കാര്യത്തിലായാലും എന്താണ് ഒരു തെറ്റൊക്കെ ആർക്കും എന്തായാലും സംഭവിക്കാം. എത്ര വലിയ മഹാനാണ് പറഞ്ഞാലും അവർക്ക് തെറ്റൊക്കെ സംഭവിക്കാം. ഒരിക്കലും ഒരു തെറ്റ് പറ്റുന്ന ഒരിക്കലും എന്താണ് നമുക്ക് കുറ്റമാണ് പറയാൻ പറ്റില്ല. അപ്പം അറിയാതെ ഒരു കുറ്റം ചെയ്തു പോയി, തെറ്റ് ചെയ്തു പോയി, അതിനെന്ത് ചെയ്യാം, അല്ലെ തന്റെ മനസ്സിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്താണ്ടാവും, അതിനൊരു പരിഹാരം, അല്ലാതെ ഓക്കെ ഇന്ന പരിഹാരം കിടപ്പുണ്ട് അപ്പൊ ഞാൻ ഇന്ന തെറ്റ് പോയി ചെയ്തിട്ട് വരാം എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ഉണ്ടാവില്ല, ഈ പരിഹാരം ചെയ്തുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമ്മുടെ അറിവില്ലായ്മയിൽ വന്ന് പറ്റുന്ന തെറ്റുകൾക്ക് പിഴകൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരിഹാരം എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതോടെ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇങ്ങനൊരു ശാപമുണ്ട്, ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് മനസ്സിലാക്കി, എന്നാൽ ഇതൊക്കെ ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് ഇങ്ങനെ തന്നെ പോവുകയാണ്. ഓരോ പ്രശ്നങ്ങളും ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അല്ലെങ്കിൽ മാതൃശാപത്തിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് തന്നെ പറയാം. മാതാവിനെ ഓരോ പ്രശ്നങ്ങൾ പറയും, മാതാവിനെ കുറ്റം പറയും, ചീത്ത വാക്കുകൾ ഉപയോഗിക്കും. ഇതൊക്കെ ഇങ്ങനെ തുടർച്ചയായി ചെന്നൊരിക്കും. എന്നിട്ട് ഇങ്ങനെ പരിഹാരം പോയി ചെയ്താൽ വന്നതിന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒട്ടും ഫലപ്രാപ്തി ലഭിക്കുകയില്ല. നമ്മൾ അറിയാതെ ചെയ്ത തെറ്റിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ഷമ പറയാൻ പറ്റുള്ളൂ അല്ലെ. അറിയാതെ പോയി ഒരാളുടെ കാല് ചവിട്ടി നമുക്ക് എന്ത് ചെയ്യാം, തൊട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സോറി നമുക്ക് പറയാൻ പറ്റും. നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയി ഒന്ന് ചവിട്ടിയിട്ട് സോറി പറയാൻ പറ്റുമോ? അപ്പം അറിയാതെ പോയി ചവിട്ടിയാൽ നമുക്ക് കുഴപ്പമില്ല. അറിഞ്ഞുകൊണ്ട് പോയി ചവിട്ടിയിട്ട് നമ്മൾ സോറി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവന് മനസ്സിലാവൂലേ, നീ എന്നെ അറിഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ കാലിൽ ചവിട്ടിയിട്ട് ക്ഷമ പറയാം അല്ലേ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, ആ ചിന്ത അവൻ്റെ മൈൻഡിലുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ അറിയാതെ പോയി ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സോറി പറയാം. അതേപോലെ തന്നെയാണ് പരിഹാരം എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല, തെറ്റ് ചെയ്തത് അറിവില്ലായ്മകൾ കൊണ്ടാണ്.
തൻ്റെ അറിവില്ലായ്മയെ കൊണ്ട് പറ്റിപ്പോയ തെറ്റാണ്, തനിക്കത് അറിയില്ലായിരുന്നു, ഈ ഒരു പ്രശ്നം കൊണ്ട് അറിയാതെ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ്, എൻ്റെ എന്താണ് അതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണോ വേദനിപ്പിച്ച് ആ സ്ത്രീയോട് തന്നെ ക്ഷമയും ഒക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, നമുക്ക് ആ സ്ത്രീയെ ചിലപ്പോൾ അറിയില്ലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ പറഞ്ഞ മുൻജന്മത്തിലെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ ചെയ്തതിൻ്റെ ആവാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് എന്താ അറിയില്ല. അപ്പം അതിൻ്റെ പരിഹാരം എന്ന് വെച്ചാൽ ദേവീക്ഷേത്രത്തിൽ പോയി 18 ദിവസം ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ഉത്തമമാണ്. ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനാണ്, നമുക്ക് അടുത്തുനിന്ന് ക്ഷേത്രമില്ലെങ്കിൽ തൻ്റെ വീടിൻ്റെ പൂജാമുറി ഉണ്ടല്ലോ, ആ പൂജാമുറി വൃത്തിയായി ശുദ്ധിയാക്കി വെച്ച ശേഷം, വീടും ശുദ്ധിയാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 18 ദിവസം അടുപ്പിച്ച് നമ്മൾ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക. ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നേരിട്ട് ചെന്ന് ക്ഷമ പറയുന്നതാണ്. ആ പെൺകുട്ടിയെ അറിയാതെ സ്ത്രീയെ അറിയാമെങ്കിൽ നേരിട്ട് ചെന്ന് ക്ഷമ പറയുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ മനസ്സിലായ വിഷമം പൂർണ്ണമായിട്ടും ആ സ്ത്രീയുടെ മാറണം. അതുപോലെ തന്നെ ആ സോറി പറയാൻ പോകുമ്പോൾ നമുക്ക് എന്താണ് പരങ്ങൾ മേടിച്ചുകൊണ്ടേ കൊടുക്കാം, വസ്ത്രം മേടിച്ചുകൊണ്ടേ കൊടുക്കാം, മധുര പലഹാരങ്ങൾ മേടിച്ചുകൊണ്ടേ കൊടുക്കാം, ഇങ്ങനെയൊക്കെ മേടിച്ചുകൊണ്ടേ കൊടുക്കാം. പക്ഷെ ഇതെന്താണ്, നമുക്ക് എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം നമുക്ക് ആ ചിലപ്പോൾ അറിവുകളും ഉണ്ടാകും, നമ്മുടെ തലമുറകൾ ചെയ്തതാണ്, അതല്ലേ നമ്മുടെ മുൻജന്മത്തെ നമുക്ക് അറിയില്ല അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ദേവീക്ഷേത്രത്തിൽ പോയി എന്ത് ചെയ്യുക, 18 ദിവസം എന്ത് ചെയ്യുക, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇനിയിപ്പം നമുക്ക് നേരിട്ട് ആ പെൺകുട്ടിയോട് പറയാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ അതേ പ്രായമുള്ള പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് എന്ത് ചെയ്യാം, ഈ മധുരപലഹാരങ്ങൾ, വസ്ത്രം ഇതൊക്കെ എന്ത് ചെയ്യാം, ദാനം ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ വസ്ത്രം, പട്ടൊക്കെ സമർപ്പിക്കുന്നു ഉത്തമമാണ്. എന്നിട്ട് യഥാശക്തി വഴിപാട് ചെയ്താലും കുറച്ചൊക്കെ എന്ത് ചെയ്യും, ശാപത്തിൽ നിന്നും ഒരു മോചനം ലഭിക്കുമെന്ന് പറയാം. ഇതൊന്നും പൂർണ്ണമായിട്ടുള്ളതല്ല, നമുക്ക് എന്തൊരു ശമനം മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്താണ്, നമ്മൾ ചെയ്തതിന്റെ കുറച്ചൊക്കെ തെറ്റുകൾ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ കുറച്ചൊക്കെ കർമ്മം നമ്മൾ എന്തായാലും അനുഭവിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണ്, നമ്മുടെ കർമ്മഫലം എന്ന് പറയുന്നത് നമുക്ക് തന്നെയുള്ളതാണ്. അപ്പൊ ഉറപ്പായിട്ടും ഈ ജന്മത്തിലല്ലേ മറ്റൊരു ജന്മത്തെ അനുഭവിക്കും. എന്നിരുന്നാലും അതിനൊക്കെ ഇത് കാഠിന്യം കുറയ്ക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെയും കുറെ കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും ഇതെല്ലാം അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ഇതിനെ വിശ്വസിച്ച് ഓക്കെ പൂർണ്ണമായ മനസ്സോടെ ആയിരിക്കണം ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ മനസ്സിലെ ഒരു കുറ്റബോധം, ആ കുറ്റബോധത്തിനോട് എന്താണ് നമുക്ക് ക്ഷമ നമ്മുടെ മനസ്സിൽ പൂർണ്ണ മനസ്സോടെ പറയണം. ഓക്കെ, പൂർണ്ണ മനസ്സോടെ ക്ഷമ പറയുക. അങ്ങനെ ചെയ്താൽ, എന്ത് കാര്യം നിഷ്കളങ്കമായി ചെയ്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അതിനൊരു റിസൾട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുള്ളൂ. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് എന്താണ്, അല്ല ഇത്രയൊക്കെയാണ് സ്ത്രീശാപത്തെ കുറിച്ച് പറയാനുള്ളത്, ചെയ്യാനുണ്ടല്ലോ. എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെറ്റ് ചെയ്താൽ അതിൻ്റെ എന്തായാലും ഒരു പ്രതികരണം എന്തായാലും ഉണ്ടാവും അല്ലെ. ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആർക്കും ഒരു തരത്തിലും വിഷമം ഉണ്ടാക്കാതെയും ഒരു തരത്തിലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെയും ആർക്കും അനാവശ്യമായി വാക്കുകൾ കൊടുക്കാതെയും ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ഒരു എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാക്ക് നമ്മളൊരു കാര്യം കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പാലിക്കാൻ പറ്റുന്ന ആവണം. എല്ലാത്ത കാര്യങ്ങളും ആർക്കും തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വാക്ക് കൊടുക്കാൻ പാടില്ല. ഓക്കെ, പറ്റില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയുക. ഓക്കെ, അതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല പറ്റില്ല എന്ന് പറ്റില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അതിനനുസൃതമായി നിങ്ങൾ സംസാരിക്കുക. മറ്റുള്ളവർക്ക് വിഷമം വരാത്ത രീതിയിൽ തന്നെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക, പെരുമാറാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അനാവശ്യമായിട്ട് കളിതമാശയായിട്ട് ഒരു കാര്യവും എടുക്കാതിരിക്കുക. ഓക്കെ, വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയറും കൂടി ചെയ്യുക കേട്ടോ. അപ്പൊ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങളുടെ ലൈക്കിലൂടെയും കമന്റിലൂടെയൊക്കെയാണ്. ഓക്കെ, ഓരോ വീഡിയോയ്ക്ക് വരുന്ന സബ്സ്ക്രൈബറിന്റെ കൗണ്ടൊക്കെ അനുസരിച്ചാണ് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ പർട്ടിക്കുലർ വീഡിയോസ് ഇഷ്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, എന്താ പേഴ്സണൽ ഡെവലപ്മെന്റിനെ കുറിച്ചും ഓവർ തിങ്കിങ്ങിനെ കുറിച്ചും വീഡിയോ ചെയ്യാമോ എന്ന്. അത് എന്താണ്, ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഉണ്ടാവും. നമ്മുടെ ചാനലിൽ നമ്മൾ ഓരോ ടോപ്പിക്ക് സജസ്റ്റ് ചോദിക്കുമ്പോൾ പറയുന്ന ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യും, ചാനൽ ഉൾപ്പെടുത്തും. നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ സക്സസ് ആക്കുക, നമ്മുടെ ജീവിത വിജയത്തിന് എന്തൊക്കെ ചെയ്യാം
അതിനുള്ള പ്രധാന കാര്യങ്ങൾ, അതിന് എന്തൊക്കെ അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് പ്രൊവൈഡ് ചെയ്യാനാണ് എന്ത് ചെയ്യണേ AS ദേവനന്ദു എന്ന് പറഞ്ഞ ഈ ചാനൽ കൂടുതലും ശ്രമിക്കുന്നത്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ ജ്യോതിഷ കാര്യങ്ങൾ, ശാസ്ത്രീയമായിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് തുടക്കത്തിലൊക്കെ നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യാം വേറെ ഇൻഫോർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ ചർച്ച ചെയ്യാറുണ്ട്. എന്നിരുന്നാലും എന്താ നമ്മുടെ ഒരു സമയപരിമിതി മൂലം നമ്മൾ എന്ത് ചെയ്യണം പലതും വീഡിയോസ് ഇടാറില്ലായിരുന്നു. എന്നിരുന്നാലും ഇനി എന്താണ് നമ്മൾ ആ ഒരു നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി, നമ്മുടെ ജീവിത വിജയത്തിലേക്ക് വേണ്ട കാര്യങ്ങളിലേക്കും എന്താണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ഈ ജ്യോതിഷ ശാസ്ത്രം മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്, നമ്മുടെ ഇതില് വിജ്ഞാനപരമായിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു ചാനൽ തന്നെയാണ് AS ദേവനന്ദു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തുടക്കം തൊട്ട് നമ്മുടെ കൂടെ കൂടിയവർക്കറിയാം. എന്നിരുന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തോട്ടെ. എന്നാൽ മാത്രമേ നമ്മൾ ഇങ്ങനെ വീഡിയോസ് അപ്പം തന്നെ കാണുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത നമുക്ക് നിങ്ങളുടെ സക്സസ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് തോന്നുന്ന കണ്ടന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. അതിന് റിലേറ്റഡ് ആയിട്ടും കറക്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.